രാജ്യാന്തര ശൃംഖലയുൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേസിലെ മുഖ്യകണ്ണി സുൽത്താൻ പിടിയിലായതോടെ ലഹരി സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ അന്വേഷണ സംഘം. സിനിമാ മേഖലയിലുള്ളവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയിട്ടുണ്ടെന്ന തസ്ലീമ സുൽത്താന്റെ മൊഴിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സിനിമാ താരങ്ങളിലേക്കും വൈകാതെ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് സൂചന. രാജ്യാന്തര തലത്തിൽ ആഴത്തിൽ വേരുകളുള്ള സംഘമാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് പിന്നിൽ. മിക്ക സംസ്ഥാനങ്ങളിലും ഇവർക്ക് ശക്തമായ സ്വാധീനമുണ്ട്. മുഖ്യപ്രതി തസ്ലീമ സുൽത്താന്റെ ഭർത്താവ് സുൽത്താൻ കൂടി പിടിയിലായതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സുൽത്താനായിരുന്നു മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിച്ചത്. കഞ്ചാവ് മൊത്തവിൽപ്പനക്കാരിലെ പ്രധാനി കൂടിയാണ് തമിഴ്നാട് സ്വദേശിയായ സുൽത്താൻ. തസ്ലീമയായിരുന്നു കേരളത്തിലെ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും തസ്ലീമ ലഹരി വിൽപ്പന നടത്തി. പലയിടത്തും പല പേരുകളിൽ ഇവർ അറിയപ്പെട്ടു. കേരളത്തിലും ചെന്നൈയിലും തസ്ലീമ സുൽത്താനായിരുന്നെങ്കിൽ കർണാടകയിൽ ഇവരുടെ പേര് മഹിമ മധു എന്നായിരുന്നു. സിനിമാ ലോകത്തറിയപ്പെട്ടിരുന്നത് ക്രിസ്റ്റീന എന്നും. സിനിമാ താരങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഇവർ ആവോളം ലഹരി വസ്തുക്കൾ കൈമാറി. സിനിമാ മേഖലയിലെ ഉന്നതരുമായി പുലർത്തിയിരുന്നത് അടുത്ത ബന്ധം. ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന മൊഴിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തസ്ലീമയും നടന്മാരും തമ്മിലുള്ള ചാറ്റും വിശദമായി പരിശോധിക്കുന്നുണ്ട്. സമീപകാലത്ത് പിടികൂടിയ ഏറ്റവും വില കൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് ആലപ്പുഴയിലേത്. വിദേശത്ത് നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലീമ എറണാകുളത്ത് വിതരണം ചെയ്തിരുന്നു. ആലപ്പുഴയിലും വിതരണ സംവിധാനം ഉണ്ടാക്കിയതോടെയാണ് എക്സൈസിന്റെ പിടിയിൽ അകപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.